BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിലെ അൽ ഫാറൂഖ് ഫ്ലൈ ഓവറിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഹമദ് ടൗണിലേക്കുള്ള സ്ലോ ലൈൻ അടച്ചിടുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഗതാഗതത്തിനായി മറ്റ് 2 പാതകൾ നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. നിരോധനം ഇന്നലെ രാത്രി 11 മുതൽ ഓഗസ്റ്റ് 11 ഞായർ വരെ ഉണ്ടാകും. പൊതുജനങ്ങൾ സുരക്ഷയ്ക്കായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ബഹ്റൈനിൽ ചെറിയ മത്സ്യങ്ങൾ പിടികൂടുന്നതിനും വിൽപ്പന നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ ചെറിയ ഹാമൂർ മത്സ്യം വിൽപ്പന നടത്തിയ ഏഷ്യക്കാരനെ റിമാൻഡ് ചെയ്തു. ഇയാളുടെ കേസ് ലോവർ ക്രിമിനൽ കോടതി പരിഗണിക്കും. 7 ആർട്സ് കൾച്ചറൽ ഫോറം മനാമ അൽ ഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 9 തീയതി വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൺവീനർ സത്യൻ കാവിലുമായോ ജയേഷ് താനിക്കൽ, തോമസ് ബിലിപ്പ്, അജി പി ജോയ് എന്നിവരുമായോ ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 38424533 3938494959 39156283. പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങളും പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യണമെന്നും പ്രസിഡന്റ് ജേക്കബ് തേക്കുതോട്, ജനറൽ സെക്രട്ടറി ചെമ്പൻ ജലാൽ, ചെയർമാൻ മനോജ് മയ്യന്നൂർ തുടങ്ങിയവർ അറിയിച്ചു. കൈരളി മനാമ ബഹ്റൈൻ കൂട്ടായ്മ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കൺവീനർ ലത്തീഫ് മരക്കാട്ടിന്റെ നിയന്ത്രണത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റായി അബ്ദുള്ള കോയയെയും സെക്രട്ടറിയായി പ്രകാശൻ മൈലിനെയും ട്രഷററായി ഷമീർ എം കോയയെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി നസീർ NK, രാജേഷ് ഉക്രംപാടി, കോർഡിനേറ്റർമാരായി റമീസ് കാളിക്കാവ്, നജീബ് സുബൈർ OV, മീഡിയ കോർഡിനേറ്ററായി സുജേഷ് എണ്ണക്കാടിനെയും തെരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ഷമീർ സലീം, സുമേഷ് BTC, ബഷീർ TA, അക്ബർ ചെറൂത്ത്, ഷുക്കൂർ, റഷീദ് N പാവണ്ടൂർ, വാജിബ് ഗുരുവായൂർ, അതുൽ കൃഷ്ണൻ, ഇബ്രാഹിം കോയഞ്ചേരി, സന്ദീപ് തൃശൂർ, രാജേഷ് പുഞ്ചവയൽ, മുസ്തഫ പുതുപൊന്നാനി, ഹാറൂൺ കൊയിലാണ്ടി, ജാഫർ EZ എന്നിവരെയും തെരഞ്ഞെടുത്തു. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്കും ധ്യാന യോഗങ്ങൾക്കും നേതൃത്വം നൽകുവാനായി ബഹ്റൈനിൽ എത്തിച്ചേർന്ന ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി ഫാദർ വിജു ഏലിയാസിനെ കത്തീഡ്രൽ വികാരി ഫാദർ സുനിൽ കുര്യൻ ബേബി, സഹവികാരി ഫാദർ ജേക്കബ് തോമസ്, കത്തീഡ്രൽ ട്രസ്റ്റി റോയ് ബേബി, ആക്ടിംഗ് സെക്രട്ടറി മാത്യൂസ് നൈനാൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഓഗസ്റ്റ് 8, 11, 12, 13 തീയതികളിൽ വൈകിട്ട് 7 മണി മുതൽ ധ്യാന യോഗങ്ങളും, ഓഗസ്റ്റ് 13 ചൊവ്വ വൈകിട്ട് 6:45 സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ധ്യാന യോഗം, ഓഗസ്റ്റ് 14 ബുധൻ വൈകിട്ട് കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നേർച്ചയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിദ്വേഷ അപകീർത്തി പരാമർശങ്ങൾ നിയന്ത്രിക്കാൻ പുതിയ ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്രം. 1995 ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് പകരം കൊണ്ടുവരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. യൂട്യൂബ്, ഫേസ്ബുക്ക്, X, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ, സമകാലിക സംഭവങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കുന്നവർ ഓൺലൈൻ പോർട്ടലുകൾ, വെബ്സൈറ്റുകൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് നീക്കം. നിർമ്മിക്കുന്ന വീഡിയോകളും വാർത്തകളും കേന്ദ്രം നിയമിക്കുന്ന സമിതിയുടെ അനുമതിയില്ലാതെ പ്രക്ഷേപണം ചെയ്യാനാകില്ല. ഇതിനായി ത്രിതല സംവിധാനം രൂപീകരിക്കും. പിന്തുടരുന്നവരുടെ എണ്ണം നിശ്ചിത പരിധിയിൽ കവിഞ്ഞാൽ കണ്ടന്റ് നിർമ്മാതാക്കൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. പ്രോഗ്രാം കോഡും പരസ്യ കോഡും പാലിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര മാധ്യമങ്ങൾ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചതിനെ തുടർന്നാണ് നീക്കമെന്നാണ് റിപ്പോർട്ട്. വയനാട് ഉരുൾപൊട്ടലിൽ 10 നാൾ നീണ്ട രക്ഷാദൗത്യം അവസാനിപ്പിച്ച് ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ, ചുരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുന്നു. ഭരണകൂടത്തിന് നന്ദിയെന്നും സൈന്യം അറിയിച്ചു. സൈന്യം ഭാഗികമായാണ് പിന്മാറുന്നത്. സൈന്യത്തിന്റെ സേവനത്തിന് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും നന്ദി അറിയിച്ചു. താൽക്കാലികമായി നിർമ്മിച്ച ബെയ്ലി പാലം മെയിൻ്റനൻസ് ടീം പ്രദേശത്ത് തുടരും. ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും. ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു. സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും. എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും NDRF, SRF, ഫയർഫോഴ്സ്, പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു. സൈന്യത്തിന്റെ 500 അംഗ സംഘമാണ് മടങ്ങുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ.
വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതർ കഴിയുന്ന ക്യാമ്പുകളിലേക്കും രക്ഷാപ്രവർത്തകർക്കും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കളക്ഷൻ സെന്ററിൽ ആവശ്യത്തിനുണ്ടെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അറിയിച്ചു. ഇതിനാൽ തൽക്കാലത്തേക്ക് കളക്ഷൻ സെന്ററിൽ ഭക്ഷ്യസാധനങ്ങൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചതായും കളക്ടർ അറിയിച്ചു. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നതിന് സമയബന്ധിതമായി സഹായം നൽകിയതിന് പൊതുജനങ്ങളോടും സന്നദ്ധ സംഘടനകളോടും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നതാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സാമൂഹിക ഉത്തരവാദിത്ത ബോധവും സാമൂഹിക ഉത്തരവാദിത്തവും നിലനിർത്തുന്നതിനുള്ള ജനങ്ങളുടെ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നും ഒരുമിച്ച് നിന്നാൽ ഏത് വെല്ലുവിളിയും നമുക്ക് തരണം ചെയ്യാനും കൂടുതൽ കരുത്തുറ്റ അനുകമ്പയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നും ജില്ലാ കളക്ടർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. മാധ്യമ വാർത്തകളുടെയും കോടതിക്ക് ലഭിച്ച കത്തുകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിഷയം സ്വമേധയാ പരിഗണിച്ചത്. അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചു വരുത്തിയ കോടതി പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്നും നിയമനിർമ്മാണമടക്കം പരിഗണിക്കണമെന്നും നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിലെ മുപ്പൈനാട് പഞ്ചായത്തിൽ കോറിക്ക് പഞ്ചായത്ത് അനുമതി നിഷേധിച്ച നടപടി റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്യുന്ന അപ്പീൽ ഹർജികൾ പരിഗണിക്കവെയാണ് വയനാട് വിഷയത്തിൽ കോടതി സ്വമേധയാ ഇടപെട്ടത്. ദുരന്ത നിവാരണ ജില്ലാ അതോറിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോറിക്ക് പഞ്ചായത്ത് അനുമതി നിഷേധിച്ചതെന്നും കോടതി പറഞ്ഞു. കേരളത്തിന്റെ ചില പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല മേഖലകളാണ്. മഴയെയും പ്രകൃതിയെയും പിടിച്ചു നിർത്താൻ മനുഷ്യന് സാധിക്കില്ല. സുസ്ഥിര വികസനം ഇവിടെ സാധ്യമാണോ എന്ന കാര്യത്തിൽ പുനർവിചിന്തനം അനിവാര്യമാകുന്നതാണ് വയനാട് സംഭവം. പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമനിർമ്മാണ സഭയും ഭരണനിർവഹണ മേഖലയും ജുഡീഷ്യറി കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കണം. ഖനനം, പ്രളയം തുടങ്ങിയവ നിയന്ത്രിക്കാൻ നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ആലോചിക്കണമെന്നും അഡ്വക്കേറ്റ് ജനറലിനോട് കോടതി നിർദ്ദേശിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവുകാരൻ കോളയാട് സ്വദേശി കരുണാകരനെ സഹതടവുകാരൻ കൊലപ്പെടുത്തിയതാണെന്ന് ഉറപ്പിച്ച് പോലീസ്. കരുണാകരൻ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് ചോര പുരണ്ട നിലയിൽ 10ാം ബ്ലോക്കിലെ സെല്ലിന് പുറത്തുനിന്ന് കണ്ടെത്തി. ഇരുവരും തമ്മിൽ സ്ഥിരമായി വാക്കുതർക്കമുണ്ടാകാറുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. സഹതടവുകാരൻ ഈ വടി ഉപയോഗിച്ച് ആക്രമിച്ചതായാണ് കരുതുന്നത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാവണം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. കരുണാകരന്റെ വാക്കിംഗ് സ്റ്റിക്ക് മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഫോറൻസിക് പരിശോധന നടത്തും. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാലക്കാട് മജിസ്ട്രേറ്റിന്റെ അനുമതി ലഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കോവിഡ് കാലത്ത് സൗജന്യ ഭക്ഷ്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത ഇനത്തിൽ റേഷൻ കടയുടമകൾക്ക് കുടിശ്ശികയുള്ള കമ്മീഷൻ തുക നൽകാൻ ഹൈക്കോടതി 6 ആഴ്ച കൂടി സമയം അനുവദിച്ചു. 4 മാസത്തിനകം കുടിശ്ശിക തുക നൽകണമെന്ന കഴിഞ്ഞ ജനുവരിയിലെ കോടതി ഉത്തരവ് നടപ്പാക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകിയ ഉപഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് നടപ്പാക്കാൻ 6 മാസം സമയം അനുവദിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. എന്നാൽ ഇത് തള്ളിയ കോടതി 6 ആഴ്ച സമയം അനുവദിക്കുകയും സെപ്റ്റംബർ 11 നൽകണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. 11 മാസത്തെ കമ്മീഷനാണ് വ്യാപാരികൾക്ക് നൽകേണ്ടത്. കുത്തനെ ചെരിവുള്ള മലമേഖലയിൽ നിന്നുള്ള മണ്ണ് നീക്കം വിലക്കി ഹൈക്കോടതി. ഖനന നിയമത്തിലെ വ്യവസ്ഥ ചോദ്യം ചെയ്ത് തിരുവനന്തപുരം സ്വദേശി S ഉണ്ണികൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഹർജിയിൽ തീർപ്പാക്കുന്നതുവരെയാണ് വിലക്ക്. കെട്ടിട നിർമ്മാണത്തിനടക്കം കുത്തനെ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുക്കുന്നത് നിർത്താൻ നിർദ്ദേശം നൽകി. ജിയോളജി ഡയറക്ടർ ഉത്തരവിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.